പരിശ്രമം വാക്ക് നമുക്ക് സുപരിചിതമായിരിക്കാം. പരിശ്രമത്തിലൂടെ നേടാം, പരിശ്രമിച്ചാൽ എന്തും നേടാം എന്നൊക്കെ കേട്ട് വളർന്ന നമുക്ക് സ്ഥിരം കേട്ട് ക്രിഞ്ചടിക്കുന്ന വാക്ക്. പക്ഷേ എഫേർട്ട് എടുത്താൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാം, അത് നേടിയെടുക്കാമെന്ന് തെളിയിച്ച ഒരു പറ്റം ആളുകൾ നമുക്ക് മുന്നിലുണ്ടായിരിക്കാം. അത് സുഹൃത്താകാം, എന്തിന് കേവലം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു പരിചയവുമില്ലാത്ത വ്യക്തികളാകാം. അവരുടെ കഥകൾ കേട്ടിരിക്കുമ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ നമുക്ക് തോന്നും, നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം മിനിറ്റുകൾ മാത്രം നീളമുള്ള വീഡിയോകൾക്ക് റിസൾട്ട് വന്നപ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞ, നമ്മൾ കണ്ട ചിരിച്ച മുഖങ്ങൾക്ക് പിറകിൽ ഒരു കഥയുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉറക്കമൊഴിച്ച രാത്രികൾ, നമ്മൾ ജീവിതത്തിന് നല്ലൊരു സമയം ഉല്ലസിച്ച നിമിഷങ്ങൾ, അങ്ങനെ അവർ വേണ്ടെന്ന് വെച്ച പല സമയങ്ങളുടെയും പല സന്തോഷങ്ങളുടെയും ബാക്കി പത്രമാണ് അവരുടെ ചിരിച്ച മുഖം. അവരുടെ പരിശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ. പരിശ്രമം തുടരാൻ എന്ത് ചെയ്യണം, അത് നടപ്പിലാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അവ സന്തോഷങ്ങളിലേക്ക് മാറാൻ, മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നേടാൻ, സമാധാനമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാൻ ഒരു ലക്ഷ്യം കാണുക. അപ്പോൾ നാം അറിയാതെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കും. അതാണ് പരിശ്രമം. അതുണ്ടാക്കിയെടുക്കേണ്ടതല്ല, സ്വയം ഉണ്ടായി വരേണ്ടതാണ്. നാം അറിയാതെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. അതിന് വലിയ സ്വപ്നങ്ങൾ കാണണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർത്തിയാകും. അന്ന് മറ്റാരോ പറയും, അവൻ പരിശ്രമിച്ച് നേടിയതാണെന്ന്. പക്ഷേ ലക്ഷ്യം പൂർത്തിയാക്കിയ നമുക്ക് അത് ജീവിത രീതിയായിരിക്കും. ഊണിലും ഉറക്കത്തിലും നമ്മൾ പിന്തുടർന്ന ജീവിത രീതി. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കുതിക്കുക. നിങ്ങളറിയാതൊരു ജീവിത രീതി നിങ്ങളെ പിന്തുടരും.